ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ ഇറാനി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് ചിക്കനിലോട്ട് സോയാ സോസ്, പെപ്പർ പൗഡർ, സാൾട്ട്, കോൺഫ്ലവർ പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടിടാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ചിക്കൻ പൊരിച്ച ഓയിലിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു 3 സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് വാടി വന്നാൽ നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടിയും ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനിൽ നിന്ന് പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് നമ്മൾ 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 ഇറാനി പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്ക് ഒരെണ്ണമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പാൻ ചെറുതായതുകൊണ്ട് നമ്മൾ 2 എണ്ണമായിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് മൈദയിലോട്ട് 2 ഗ്ലാസ് പാലും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 3/4 ഗ്ലാസ് ഓയിലും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 4 മുട്ടയും കൂടിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ചൂടായ പാനിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി ബാറ്റർ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫുൾ കവറിങ് ആവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഡെക്കറേഷനായിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു 50 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പം നമ്മൾ ആദ്യം പ്ലേറ്റിലോട്ട് മറിച്ചിട്ടാണ് പാനിലോട്ട് വീണ്ടും മറിച്ചിടുന്നത്. അപ്പം നല്ല സോഫ്റ്റ് കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കെയർ ചെയ്തിട്ട് മറിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 എണ്ണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക, മുകളിലോട്ട് മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ചിട്ട് നോക്കാം. അപ്പം നമ്മുടെ 2 ഇറാനി പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഈവനിങ് ചായയ്ക്കും മക്കൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.